بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 985 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 96 മുതൽ 98 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തോടെ സൂറത്ത് മറിയമിന്റെ പഠനം നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഈ അവസാന ഭാഗത്ത് അതിന്റെ തൊട്ടു മുമ്പുള്ള 1-2 ദിവസങ്ങൾ ചർച്ച ചെയ്ത പോലെയുള്ള പൊതുവായ ചില പ്രസ്താവനകൾ അടങ്ങിയിട്ടുള്ള ആയത്തുകളാണ് ഈ അവസാന ഭാഗത്തുള്ളത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ എത്ര കടുത്ത അക്രമമാണ്, പ്രകൃതി വിരുദ്ധമായ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ ഒക്കെയും തന്നെ അതിശക്തമായി പ്രതിഷേധിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്, ഒരു മൗഢ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾക്ക് പോലും കേട്ട് സഹിച്ചിരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ആകാശങ്ങള് അതിനോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പൊട്ടിപ്പിളർന്നു പോകും. ഭൂമി 2 പിണറായി അല്ലെങ്കിൽ പിളർപ്പുകളായി മാറാൻ അത് കാരണമായെന്ന് വരും. പർവ്വതങ്ങള് ഉതിർന്നു വീണ് തകർന്ന് തരിപ്പണമായി പോയെന്ന് വരും. അത്രത്തോളം ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഈ അചേതനങ്ങളായ പ്രതിഭാസങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഭീമമായ അബദ്ധമാണ് അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് യഥാർത്ഥത്തിൽ പറയുന്നത്. കാരുണ്യവാനായ റബ്ബിന് അങ്ങനെ ഒരു പുത്രനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഭൂമുഖത്തോ പ്രപഞ്ചത്തിലോ ഒക്കെയുള്ള സകലതും തന്നെ അവന്റെ അടുക്കല് അവന്റെ അബുദായിട്ട്, അവന് അടിമപ്പെട്ടവയായിക്കൊണ്ട് വരാൻ നിൽക്കുന്ന സന്നദ്ധതയുള്ള പ്രതിഭാസങ്ങളാണ്. എന്നാലും ഈ കടുത്ത അക്രമം പറയുന്നതിന്റെ പേരിൽ അവര് ദൈവികമായ നടപടി ഏറ്റുവാങ്ങേണ്ടി വരും. അവരോരോരുത്തരെയും തന്നെ അള്ളാഹു വലയം ചെയ്തിട്ടുണ്ട്, അവരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുമുണ്ട്. എല്ലാവരും തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അന്ത്യനാളിൽ ഓരോ വ്യക്തികൾ എന്നുള്ള നിലക്ക് തനിച്ച് ഹാജരാക്കപ്പെടുന്നതാണ്.
അള്ളാഹുവിന്റെ മുന്നിൽ തനിച്ച് പ്രത്യക്ഷപ്പെടുന്നതാണ്. ഈ കാര്യമാണ് ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളിൽ പറഞ്ഞു വെച്ചത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. എന്നാൽ സത്യമാർഗം സ്വീകരിച്ച സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളുടെ കാര്യം ഇങ്ങനെയല്ല. ഇവിടെ പറയപ്പെട്ടത് സത്യനിഷേധികളുടെയും ബഹുദൈവത്വം കൊണ്ട് നടക്കുന്ന ആളുകളുടെയും കാര്യത്തിന് പുറമെ അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദൈവപുത്ര വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളുടെ കാര്യമാണ് തൊട്ടു മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതെങ്കിൽ ഈ അവസാന ഭാഗത്ത് അള്ളാഹു യഥാർത്ഥ വിശ്വാസപാത സത്യമാർഗം സ്വീകരിച്ച് ആ സത്യവിശ്വാസത്തിൽ പ്രേരിതമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുന്ന ആളുകൾ ഏറ്റുവാങ്ങാനിരിക്കുന്ന പരിണിതി, അതിന്റെ ഗുണം എന്തൊക്കെയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇന്നല്ലദീന ആമനു, നിശ്ചയമായിട്ടും സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകൾ, വഅമിലു സ്വാലിഹാത്ത്, അതുപോലെ ശരിയായ കർമ്മങ്ങൾ, വിശ്വാസപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിൽ വ്യാപൃതരാവുകയും ചെയ്തിരിക്കുന്ന ആളുകൾ, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, അവർക്കായി അള്ളാഹു സ്നേഹം നിറയ്ക്കുന്നതാണ്. ജനഹൃദയങ്ങളിൽ അള്ളാഹു അവരോടുള്ള സ്നേഹവും അവരോടുള്ള ഇമ്പവും ഇഷ്ടവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഈ ആയത്ത് അവതരിക്കുമ്പോൾ മക്കയിൽ സത്യവിശ്വാസികളായിട്ട് അറിയപ്പെടുന്ന ആളുകളൊക്കെയും തന്നെ നിരന്തരമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവര് പല വിധത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യമായ ഭ്രഷ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കയിലെ ഖുറൈശി പ്രമാണിമാരൊക്കെ അവരെ ഒറ്റപ്പെടുത്തുകയും ബഹിഷ്കരിക്കുകയും സകലവിധ ദ്രോഹങ്ങളും ഏറ്റുവാങ്ങാൻ ഇടയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തില് അള്ളാഹു ആ സമൂഹത്തെ സത്യവിശ്വാസത്തിന്റെ തെളിമയാർന്ന ആ പാത സ്വീകരിച്ച ആളുകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഇന്ന് നിങ്ങൾ ഈ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, പക്ഷെ നാളെ നിങ്ങളായിരിക്കും ജനഹൃദയങ്ങളിൽ സ്നേഹം കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലുണ്ടാവുക. നിങ്ങളോടായിരിക്കും ജനങ്ങൾക്ക് ഏറ്റവും ഏറെ മമതയും അതുപോലെ കൃപാവായ്പയും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാവുക. കാരണം നിങ്ങളാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, നന്മക്ക് വേണ്ടി നിലകൊള്ളുന്നത്. സമൂഹത്തില് സത്യസന്ധതയും സാഹോദര്യവും പരസ്പര സഹായ മനസ്ഥിതിയും നന്മയും ഒക്കെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ഒരു പോസിറ്റീവായ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളിൽ ഈ സമൂഹം, മനുഷ്യ സമൂഹം ഒന്നാകെ തന്നെയും നിങ്ങളോട് ഏറെ കടപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളെ അവര് നോക്കിക്കാണുക തികഞ്ഞ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ആയിരിക്കും എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. വദൂദ് എന്ന വാക്കൊക്കെ ഖുർആനിൽ വരെടുത്ത് നമ്മൾ പ്രയോഗിച്ച് കാണാൻ കഴിയും. സ്നേഹമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ വുദ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. നിങ്ങൾക്കായി കാരുണ്യവാൻ സ്നേഹം കൊണ്ടുവരും, അല്ലെങ്കിൽ സ്നേഹം സ്ഥാപിക്കും, സ്നേഹം നിറയ്ക്കും എന്നൊക്കെയാണ്. അപ്പൊ എവിടെയാണ് സ്നേഹം ഉണ്ടാവുക? ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് തൻ്റെ സഹജീവികളായ സമശീർഷരായ ആളുകള്, മനുഷ്യരുടെ കൂട്ടത്തിലെ ഇതരരൊക്കെയും തന്നെ നമ്മെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും നമ്മളോട് സ്നേഹത്തോടു കൂടി വർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി, അതെല്ലാവരും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്നേഹം സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിനുള്ള അർഹത തീർച്ചയായിട്ടും നിങ്ങൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയില് പാഠങ്ങൾ പഠിച്ചു വളർന്നു വന്ന ആ സമൂഹം
ആ നാട്ടിനും ചുറ്റുപാടും ലോകത്തിനും ഒക്കെ തന്നെയും ഏറ്റവും ഏറെ വേണ്ടപ്പെട്ട ആളുകളായി ചരിത്രത്തിൽ തിളക്കമാർന്ന വ്യക്തികളായി മാറിയത് നമ്മൾ കാണുന്നുണ്ട്. സമകാലികരും പിന്നീട് രംഗത്ത് വന്ന ആളുകളും ഒക്കെയായ മനുഷ്യ തലമുറ, മനുഷ്യ സമൂഹങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ ഹൃദയങ്ങളിൽ ഒരിടം മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം അവർ ചരിത്രത്തില് വളരെ ലാസ്റ്റിംഗ് ആയ, ദീർഘകാലം നിലനിൽക്കുന്ന നന്മകൾ കരുപ്പിടിപ്പിച്ച ആളുകളാണ്. അവരൊരിക്കലും തന്നെ അസത്യത്തെ പ്രൊമോട്ട് ചെയ്തവരല്ല, തിന്മയെ പരിപോഷിപ്പിക്കാൻ മുതിർന്നവരല്ല, അതുപോലെ അനീതിക്ക് കൂട്ടുന്നവരല്ല. സത്യവും നന്മയും നീതിയും സ്ഥാപിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയ ആളുകളാണ്. തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ അവരെ കുറിച്ച് ജനഹൃദയങ്ങളിൽ സ്നേഹം നിറയും. അത് ഇന്ന് അവർ ക്രോധവും വിദ്വേഷവും ഒക്കെ കാണിക്കുന്നവരായിരിക്കാം, പക്ഷെ ഒരു നിവൃത്തി ഉണ്ടാവില്ല. അവരുടെ ഇന്ന് ക്രോധം കാണിക്കുന്നവരുടെയും അതുപോലെ വിദ്വേഷം കാണിക്കുന്നവരുടെയും ഒക്കെ പിന്മുറക്കാര് തീർച്ചയായിട്ടും സത്യവിശ്വാസികളോട് ഏറെ സ്നേഹം കാണിക്കുന്നവരായിട്ട് മാറും. അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സ്നേഹം നിറയ്ക്കും. അങ്ങനെ അല്ലാത്തൊരു പരിണിതി അതിനുണ്ടാവില്ല. കാരണം നിങ്ങൾ നിലകൊള്ളുന്നത് സത്യത്തിനും നീതിക്കും നന്മക്കും വേണ്ടിയാണ്. അതുപോലെ മുഴുവൻ മനുഷ്യ സമൂഹത്തോടുമുള്ള ഗുണകാംക്ഷയാണ് നിങ്ങളുടെ കൈമുതലായിട്ടുള്ളത്. അതുകൊണ്ട് സയജാലു ലഹുമുർ റഹ്മാനു വുദ്ദ, അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണത്. കാരുണ്യവാൻ ആ ആളുകൾക്ക് സത്യവിശ്വാസ പാതയിൽ നിലക്കൊണ്ട സൽക്കർമ്മങ്ങളുടെ മേഖലകളിൽ വ്യാപൃതരായ ആളുകൾക്കായിട്ട് അവരുടെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറയ്ക്കും എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഫൈന്നമായസർനാഹു, എന്നിട്ട് ഈ ഖുർആനെ പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് അള്ളാഹു. ഫൈന്നമായസർനാഹു ബിലിസാനിക, പ്രവാചകരെ താങ്കളുടെ നാവിൻ തുമ്പിൽ നാം ഇതിനെ ലളിതമാക്കി എളുപ്പമാക്കി തന്നിരിക്കുന്നു. ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുത്തഖികൾക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഈ ഖുർആനെ താങ്കളുടെ നാവിൽ, താങ്കളുടെ ഭാഷയിൽ ലാളിത്യമുള്ള ഒരു ഭാഷണമാക്കി നാം രൂപപ്പെടുത്തിയിരിക്കുന്നു. ഒരാൾക്കും തടസ്സം പറയാൻ കഴിയാത്ത പാരായണത്തിന്റെ വശ്യതയും ഒഴുക്കുമുള്ള ഭാഷണമാണ് വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഫൈന്നമ യസർനാഹു, പ്രവാചകരെ നാം അതിനെ, ഈ കിതാബിനെ, ഈ ആയാത്തുകളെ ലളിതമാക്കി എളുപ്പമാക്കി വെച്ചിരിക്കുന്നു. ബിലിസാനിക, താങ്കളുടെ ഭാഷയിൽ എന്ന് ഒരു ആംഗിളിൽ അതിനർത്ഥം പറയാം. മറ്റൊന്ന് താങ്കളുടെ നാവിൻ തുമ്പിൽ, താങ്കളുടെ നാവില് നല്ല ഈണത്തിലുള്ള ഒഴുക്കുള്ള ഒരു ഭാഷണമാക്കി, എളുപ്പമുള്ള ഒരു ഭാഷണമാക്കി നാം ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. താങ്കളുടെ സ്വച്ഛന്തമായ തെളിമയാർന്ന അറബി ഭാഷയിൽ താങ്കളുടെ നാവില് ഒഴുക്കും എളുപ്പവുമുള്ള ഈണമുള്ള പാരായണമാക്കി നാം ഇതിനെ വെച്ചിരിക്കുന്ന എന്തിനാണ്? ഒരാൾക്കും അതിനെ അവഗണിക്കാൻ കഴിയില്ല. അതിന്റെ ശബ്ദ ചേരുവ കാരണമായി അത് കേൾക്കുന്ന എല്ലാവരും തന്നെ കാതുകൂർപ്പിച്ചു നിൽക്കും. അതിന്റെ സമീപകാലത്ത് ഒരു സദസ്സില് സൂറത്തുൽ ഫാത്തിഹയുടെ മലയാള പദ്യവിവർത്തനം പാരായണം ചെയ്തുകൊണ്ടൊരു ഒരു ഒത്തുചേരല് തുടക്കം കുറിക്കപ്പെട്ടത് കണ്ടപ്പോ, അവിടെ അത് ഖുർആന്റെ ഒരു വചനങ്ങളാണ്, ഖുർആനിലെ വാചകങ്ങളാണെന്ന് പോലും അറിയാത്ത ആളുകൾ വളരെ കാതുകൂർപ്പിച്ച് കേൾക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി. ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് അറബി ഭാഷയിലായാലും ഇനി വളരെ ഒഴുക്കുള്ള പദ്യവിവർത്തനങ്ങളിൽ വേറെ ഭാഷകളിലായാലും ആളുകളുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കുന്ന, അവരുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന ഒരു വളരെ വശ്യമായ ഒഴുക്കുള്ള ശൈലിയും അതുപോലെ
വാക്കുകളുടെ ചേരുവയും ഒക്കെ ആണ് അതിലുള്ളത് എന്നതാണ് അതിന്റെ കാരണം. അത് കാരണമായിട്ട് താങ്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, ജീവിത വിശുദ്ധി തേടുന്ന ആളുകൾക്ക് താങ്കൾക്ക് സന്തോഷ വാർത്ത നൽകാൻ കഴിയും അതിലൂടെ. തഖ്വയുള്ള, തഖ്വ എന്നത് പലപ്പോഴും ഞാൻ ഈ വേദിയിൽ തന്നെ ബുദ്ധിപരമായ സത്യസന്ധത എന്ന് വിവർത്തനം ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ട്. സത്യം തേടുന്ന ആളുകൾക്ക് ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി ശരിയുടെ മാർഗം തിരഞ്ഞെടുക്കാൻ വെമ്പൽ കാണിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ മുത്തഖി. അപ്പോ മുത്തഖികൾക്ക് താക്കീത് നൽകാൻ അല്ലെങ്കിൽ അവർക്ക് സന്തോഷ വാർത്ത നൽകാൻ താങ്കൾക്ക് അതുകൊണ്ട് സാധിക്കുന്നു, ഈ ഒഴുക്കുള്ള ഖുർആന്റെ പാരായണം കൊണ്ട്. അറബി ഭാഷയിലെ തെളിമയുള്ള ഒഴുക്കുള്ള വശ്യമായ ഈ പാരായണം നാം താങ്കൾക്കായിട്ട് എളുപ്പമാക്കി തന്നിരിക്കുന്നത് അത് മുഖേന ബുദ്ധിപരമായ സത്യസന്ധതയോടെ സത്യം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സന്തോഷ വൃത്താന്തം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അതേപോലെ മറ്റൊരു കൂട്ടർക്ക് താക്കീത് നൽകാനും വേണ്ടിയാണ്. അതാരാണ്? വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദ, ലുദ്ദ് കാണിക്കുന്ന സമൂഹത്തിന് അത് ഒരു താക്കീതുമായിട്ടാണ്. താങ്കൾ അത് മുഖേന അവരെ താക്കീത് ചെയ്യുന്നതിന് കൂടി വേണ്ടിയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. എന്താണ് ഖൗമൻ ലുദ്ദ് എന്ന് പറഞ്ഞാല്? അനാവശ്യമായ അടിസ്ഥാനരഹിതമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ഒരു പ്രകൃതത്തിന്, ആർഗ്യുമെന്റേറ്റീവ്നെസ്സിന് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലുദ്ദ്. അത് യഥാർത്ഥത്തിൽ ഒരു തരം ശത്രുതയും പകയും കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുതർക്കങ്ങളുമായിട്ട് ആളുകൾ വരുന്നത്. അതുകൊണ്ട് ഈ രണ്ട് അർത്ഥ സൂചനകളും ആ വാക്കിൽ അടങ്ങിയിട്ടുണ്ട്. ശത്രുതയോടെ പകയോടെ കുതർക്കങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് ഒരു താക്കീത് കൂടിയാണ് ഈ കിതാബ്. അങ്ങനെ അത്തരം ആളുകൾക്ക്, കുതർക്കങ്ങളിൽ ഏർപ്പെടുന്ന ശത്രുതയോടെ നിലകൊള്ളുന്ന ആളുകൾക്ക് താങ്കൾ താക്കീത് നൽകുന്നതിന് വേണ്ടിയും ബുദ്ധിപരമായ സത്യസന്ധതയോടെ ഹക്ക് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, സന്മാർഗം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയും ഈ കിതാബിനെ നാം ലളിതവും സരളവും ഒക്കെയാക്കി തന്നിരിക്കുകയാണ് താങ്കൾക്കായിട്ട്. വകം മഹലക്കിന ഖബ്ലഹും, ഇനി ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ വലിയ കൗതുകമൊന്നുമില്ല. വകം അഹ്ലക്കിന ഖബ്ലഹും, ഇപ്പൊ തന്നെ പ്രവാചകരെ താങ്കൾ ഈ ഓതി കേൾപ്പിക്കുന്നതിനോട് ശ്രദ്ധ കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ കാര്യത്തിൽ ഒരു പ്രസ്താവനയെ പറയേണ്ടതുള്ളൂ. വകം അഹ്ലക്കിന ഖബ്ലഹും, ഇവർക്ക് മുമ്പ് എത്രയെത്ര സമൂഹങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. വകം അഹ്ലക്കിന ഖബ്ലഹും മിൻ ഖർനിൻ, എത്രയെത്ര തലമുറകളെ ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ധാർഷ്ട്യത്തോടുകൂടി, ധിക്കാരത്തോടുകൂടി കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സന്നദ്ധത കാണിക്കാതെ പുറംതിരിഞ്ഞു നിന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. അവരൊരു മുന്നേറ്റവും ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് പൂർവിക സമൂഹങ്ങളിൽ അങ്ങനെ നിലപാടെടുത്ത ആളുകൾ അവരൊക്കെ നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. എത്രയോ തലമുറകളെ പ്രവാചകരെ നാം ഇതിനു മുമ്പ്, ഇവർക്ക് മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട്. അൽ തുഹിസ്സു മിൻകും മിൻ അഹദ്, ആരുടെയെങ്കിലും വല്ലതും താങ്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? വല്ല പേരും കുറിയും അവരുടെ വല്ല സാന്നിധ്യവും അറിയിക്കുന്ന വല്ല അടയാളങ്ങളും താങ്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ പ്രസക്തമായിട്ട്? അവരങ്ങ് മരിച്ച് മണ്ണടിഞ്ഞു പോയി എന്നല്ലാതെ അവരുടെ ധിക്കാരത്തെ, അവരുടെ ധാർഷ്ട്യത്തെ, അവരുടെ ആ നിഷേധഭാവത്തെ എന്തെങ്കിലും വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞതായി കാണിക്കുന്ന വല്ല പ്രതാപത്തിന്റെയും അടയാളപ്പെടുത്തലുകൾ താങ്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ പ്രവാചകരെ എന്നാണ് ചോദിക്കുന്നത്. അൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ, അവരുടെ ആരുടെയെങ്കിലും വല്ല സാന്നിധ്യവും താങ്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? താങ്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഔ തസ്മഉ ലഹും റിക്സ, അതല്ലെങ്കിൽ അവർക്കായിട്ട് വല്ല ശബ്ദവും ഇവിടെ മുഴക്കപ്പെടുന്നത് താങ്കൾ കേൾക്കുന്നുണ്ടോ?
അപ്പോ പുറംതിരിഞ്ഞു നിൽക്കുന്നവര് ഇപ്പോ താങ്കളുടെ ചുറ്റുവട്ടത്ത് തന്നെ ധാരാളം ഉണ്ടാവും. എതിർപ്പ് കാണിക്കുന്ന, കുതർക്കങ്ങളിൽ ഏർപ്പെടുന്ന, സത്യം എന്ത് എന്നത് വിവേചിച്ച് മനസ്സിലാക്കാനുള്ള സന്നദ്ധത കാണിക്കാതെ ശത്രുതയോടെയും പകയോടെയും മാത്രം നിലപാടെടുത്തുകൊണ്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, ഇവർ ചരിത്രത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇവരെക്കാൾ മുമ്പ് ഇതുപോലെ ഈ പ്രദേശങ്ങളിലൊക്കെ ജീവിച്ച എത്രയോ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ ഈ ധാർഷ്ട്യം കാരണമായിട്ട് നാം നശിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ടിപ്പോ അവരുടെ വല്ല വരയും കുറിയും അവശേഷിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരായിട്ട്, ശബ്ദമുയർത്തുന്നവരായിട്ട് ആരെയെങ്കിലും പ്രവാചകരെ താങ്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് ഒരു റെട്രോസ്പെക്ഷനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമകാലികരെ കുറിച്ചൊന്ന് ആലോചിക്കാം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമകാലികരായിരുന്ന മക്കയിലെ ആ പ്രമാണിമാര് വലിയ ധാർഷ്ട്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറിയിട്ടുള്ളത്. ആരാണ് അവർക്കൊരു സ്മാരകം പണിതു വെച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വാദം ഉന്നയിക്കാൻ, അവർക്ക് വേണ്ടി നിലകൊള്ളാൻ, അവർക്ക് വേണ്ടി ഒരു ഒച്ച അനക്കാൻ ആരാണ് ഇന്ന് അവശേഷിക്കുന്നത് എന്നതാണ് ചോദ്യം. ആരുമില്ല. ആരും അവരെ ചരിത്രത്തില് വളരെ പ്രസക്തരായ കൂട്ടരാണ് എന്ന വിധത്തിൽ അവർക്കൊരു മോണിമെന്റ് ഉണ്ടാക്കി അവരെ അനുസ്മരിക്കുകയോ അവർക്ക് വേണ്ടി അവരുടെ വാദഗതികളെ ലോകത്തെ കേൾപ്പിക്കാൻ വേണ്ടി ധൃതി കാണിച്ചു വരികയോ ഒന്നും ചെയ്യുന്നില്ല. അവരങ്ങ് നശിച്ചുപോയി. അവരുടെ കാലഗതി പ്രാപിച്ചു. അവര് അപ്രത്യക്ഷരായി എന്നതല്ലാത്ത എന്ത് ഗുണമാണ് ആ ധിക്കാര മനസ്ഥിതി കൊണ്ടും നിലപാടുകൊണ്ടും അവർക്ക് ഉണ്ടായത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. അപ്പോ കാരുണ്യവാനായ റബ്ബ് ഈമാനും അമലു സാലിഹാത്തും ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾക്ക് ജനഹൃദയങ്ങളിൽ അവശേഷിപ്പിക്കുന്നത് നിറഞ്ഞ സ്നേഹമാണ്, നിറഞ്ഞ ആദരമാണ്, നിറഞ്ഞ ഇഷ്ടമാണ്, പ്രിയമാണ്. അപ്പൊ ഈ വിധത്തില് ജനങ്ങൾക്ക് ഇവര് പ്രിയപ്പെട്ടവരായി തീർച്ചയായിട്ടും മാറും. ചരിത്രത്തിൽ ഇന്ന് ഇസ്ലാമിന് വേണ്ടി നിലക്കൊണ്ട, ഹക്കിന് വേണ്ടി നിലക്കൊണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറയിലെ പ്രഗത്ഭരെയും പ്രമുഖരെയും ഒക്കെ ഓർക്കാൻ ആയിരക്കണക്കിന് സന്ദർഭങ്ങൾ ദിനേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സത്യത്തോട് പുറംതിരിഞ്ഞ് നിന്ന ആ ആളുകളൊന്നും തന്നെ ഇന്ന് അവരെ പോലെയുള്ളവർക്ക് പോലും അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തോടെ അനുസ്മരിക്കുന്ന ആളുകളല്ല. അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്ന ആളുകളുടെ അതേ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെ തലമുറയിലും ഉണ്ട്. പക്ഷെ അവര് പോലും ഈ പൂർവികരായ സത്യനിഷേധികളെയും ഈ ധാർഷ്ട്യം കാണിച്ച ആളുകളെയും ഒന്നും ഓർക്കുകയും അവരെ ഉയർത്തി കാണിക്കുകയും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ഒന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ, എത്രയെത്ര തലമുറകളെ ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട്. അൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ, ഇവരിൽ ആരെയെങ്കിലും പ്രവാചകൻ അവരുടെ സാന്നിധ്യം താങ്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? തുഹിസ്സു എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ഫീൽ ചെയ്യുക എന്നാണ് അർത്ഥം. ഇവരെ ആരെയെങ്കിലും താങ്കൾക്ക് അവരുടെ സാന്നിധ്യം അറിയിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഔ തസ്മഉ ലഹും റിക്സ, അല്ലെങ്കിൽ അവർക്കായി ആരെങ്കിലും ശബ്ദമുയർത്തുന്നത് താങ്കൾ കേൾക്കുന്നുണ്ടോ? ഒന്നുമില്ല. അത് അവർക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്ന വിധത്തില് കെട്ടടങ്ങിപ്പോയി എന്നതല്ലാത്ത ഒരു പരിണിതിയും അതിനുണ്ടായിട്ടില്ല എന്ന വളരെ അർത്ഥവത്തായ ഒരു താക്കീത് നൽകിക്കൊണ്ടാണ് ഈ സൂറത്തിന്റെ ഭാഷണം അവസാനിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച തുടർ ദിവസങ്ങളിൽ നമുക്ക് ഫലപ്രദമായി അവസരം വിനിയോഗിച്ചുകൊണ്ട് നിർവഹിക്കാം. ഇത് ഈദുൽ ഫിത്റാണ്. ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലുമുള്ള ആളുകൾ ഈദുൽ ഫിത്റിലേക്ക് നീങ്ങിയ സന്ദർഭമാണ്. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൈവാനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കുന്ന ഹൃദ്യമായ സന്ദർഭമായിട്ട് ഇത് അനുഭവപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈദുക്കും മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.